ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും ജ്ഞാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകോനത്രിംശതിതമോധ്യായഃ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഭഗവാൻ ശരത്കാല രാത്രിയിൽ യമുനാതീരത്ത് നിന്ന് ഓടക്കുഴൽ ഊതുന്നു. അപ്പോൾ ഗോപസ്ത്രീകൾ ഓടി വരുന്നു. അപ്പോൾ ഇന്ന് പഠിക്കേണ്ടത്, അപ്പം അങ്ങനെ ഓടി വന്ന ഗോപസ്ത്രീകളെ ഗൃഹസ്ഥാശ്രമ ധർമ്മം പറഞ്ഞ് തിരിച്ചയക്കാൻ ഭഗവാൻ നോക്കുന്നു. അങ്ങനെ അവരെ തിരിച്ചയക്കാൻ നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അവർ ദുഃഖത്തോടെ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭർത്താവിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ഞങ്ങളെ തിരിച്ചയക്കരുതേ എന്നപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ കരുണാർദ്രനായി. ഭഗവാൻ എല്ലാ ഗോപികമാരെയും ഒരേ കാലത്തിൽ തന്നെ രമിപ്പിച്ചു. അവർക്ക് പരമാനന്ദം അനുഭവപ്പെട്ടു. അപ്പോൾ അവർക്ക് അഹങ്കാരമായി. ആ സമയം ഭഗവാൻ അവിടെ നിന്ന് മറയുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. ശ്രീശുകൗവാച ഇതി വിപ്രിയമാകർണ്യ ഗോപ്യോ ഗോവിന്ദഭാഷിതം വിഷണ്ണാഭഗ്നസങ്കൽപ്പ ചിന്താമാപുർദുരത്യയം. ഇത് ഇപ്രകാരം ഗോപികൾ വിപ്രിയ അനിഷ്ടമായിരിക്കുന്ന ഗോവിന്ദഭാഷിതം കൃഷ്ണവാക്യത്തെ, അതായത് കൃഷ്ണൻ എന്തോന്ന് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളുടെ ധർമ്മം എന്താണ്, പതികളെ സംരക്ഷിക്കുകയാണ്, കുട്ടികളെ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൃഷ്ണവാക്യത്തെ ആകർണ്യ കേട്ടിട്ട് വിഷണ്ണ വളരെ ദുഃഖിച്ച് ഭഗ്നസങ്കല്പ നഷ്ടമായ സങ്കല്പത്തോടുകൂടി അവർ വളരെയധികം ആശിച്ചാണ് ഇവിടെ വന്നത്. കൃഷ്ണനുമായിട്ട് രമിക്കാം എന്ന് വളരെയധികം ആശിച്ച് വന്നത്. അപ്പോൾ അവിടെ ആശകളൊക്കെ നശിച്ചു. നഷ്ടപ്പെട്ട സങ്കല്പത്തോടു കൂടിയവരായിട്ട് ദുരത്യയാം അപാരമായ ചിന്താം വിചാരത്തെ ആബഹു പ്രാപിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിക്കുകയാണ്. വളരെയധികം ദുഃഖിച്ചു. എല്ലാം വിട്ടെറിഞ്ഞ് ഓടി വന്ന അവരെ കൃഷ്ണൻ തിരിച്ചു പോകാൻ പറയുകയാണ്. ഗൃഹസ്ഥാശ്രമ ധർമ്മം അവരെ ഉപദേശിച്ചിട്ട് നിങ്ങളുടെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അവർ അങ്ങനെ ചിന്തിക്കുകയാണ്. ഇതി വിപ്രിയമാകർണ്യ ഗോപ്യോ ഗോവിന്ദഭാഷിതം വിഷണ്ണാഭഗ്നസങ്കൽപ്പ ചിന്താമാപുർദുരത്യയാം. ശ്ലോകം 29. കൃത്വാ മുഖാന്യവശുജസ്വസേന ശുഷ്യത് ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യഃ ആശ്രൈരുപാത്തമശിഭിഃ കുജകുങ്കുമാനി തസ്തുർമൃജന്ത്യ ഉരുദുഃഖഭരാസ്മ തുഷ്ണീ. കൃത്വാ മുഖാന്യവ ശുചഃ ശ്വസനേന ശുഷ്യത് ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യഃ ആശ്രൈർ ഉപാത്തമശിഭിഃ കുജകുങ്കുമാനി തസ്തുർ മൃജന്ത്യാം ഉരുദുഃഖ ഭരാസ്മ തുഷ്ണീ. ശുചഃ അവർ വളരെ പ്രയാസപ്പെട്ട്, ശ്വസനേന നിശ്വാസവായുവിനാൽ, ശുഷ്യത് ബിംബാധരാണി ഉണങ്ങിയ ബിംബാധരങ്ങളോടുകൂടി. അപ്പോൾ അവർക്ക് ഭഗവാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, തൊണ്ടയെല്ലാം വരണ്ടു, അതുപോലെ ചുണ്ടുകളെല്ലാം ഉണങ്ങി വരണ്ടു, ദേഹമൊക്കെ തളരുകയാണ്. ബിംബാധരങ്ങൾ ഉണങ്ങിയ ആ ചുണ്ടുകളോടുകൂടി മുഖങ്ങളെ അവകൃത്വ താഴ്ത്തിയിട്ട് ചരണേന കാലുകൊണ്ട് ഭൂമിയെ ലിഖന്ത്യ ലേഖനം ചെയ്യുന്നവരായി.
അതായത് കാൽവിരൽ കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ വരച്ചു. അതായത് ദുഃഖം വന്നപ്പോൾ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കാലുകൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ വരയ്ക്കുകയാണ്. ഉപാത്തമഷിബി, അതായത് കണ്ണുകളിൽ എഴുതിയിരിക്കുന്ന ആ കൺമഷിയൊക്കെ കണ്ണീരുകളാൽ കുജകുങ്കുമാനി, കുജങ്ങളിലുള്ള കുങ്കുമങ്ങളെ, കുജങ്ങളിലൊക്കെ പുരട്ടിയിട്ടുള്ള ആ കുങ്കുമങ്ങളെല്ലാം മൃജന്ത്യ നനച്ചു. അപ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി. അപ്പോൾ അവരുടെ ആ കണ്ണിലൊക്കെ കൺമഷി എഴുതിയിട്ടുണ്ട്, അതൊക്കെ കലങ്ങി. പിന്നെ അതെല്ലാം മാറിടത്തിൽ വീണു. അവിടെയുള്ള കുങ്കുമങ്ങളെല്ലാം ഇങ്ങനെ ഈ കണ്ണുനീര് ഒലിച്ചു. കുങ്കുമം മുഴുവൻ മാഞ്ഞുപോയി. ഒരു ദുഃഖഭര, മഹത്ത വലിയ ദുഃഖത്തോടു കൂടിയവരായിട്ട് തുഷ്ണി തസ്തുസ്മ, ഒന്നും മിണ്ടാതെ നിന്നു. എന്ത് പറയണം എന്നറിയാതെ അവർ മിണ്ടാതെ നിൽക്കുകയാണ്. കൃത്വാ മുഖാന്യവശുജ ശ്വസനേന ശുശ്വത് ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യ അശ്രൈർവാത്തമഷിഭി കുജകുങ്കുമാനി തസ്തുർമൃജന്ത്യ ഒരു ദുഃഖഭരാസ്മ തുഷ്ണീം. ശ്ലോകം 30. പ്രേഷ്ടം പ്രിയേതരമിവ പ്രതിഭാഷമാണം കൃഷ്ണം തദർത്ഥ വിനിവർത്തിത സർവകാമാഃ നേത്രേ വിമൃജ്യ രുദിതോപഹതേ സ്മ കശ്ചിത് സംരംഭ ഭഗവത് സംരംഭഗദ്ഗത ഗുരോ അബ്രുവതാനുരക്താഃ. പ്രേഷ്ടം പ്രിയത ഇതേരം ഇവ, പ്രിയേതരം ഇവ, പ്രിയേതരം ഇവ. പ്രതിഭാഷമാണം കൃഷ്ണം തദർത്ഥ വിനിവർത്തിത സർവകാമാഃ നേത്രേ വിമൃജ്യ രുദിതോ ഉപഹതേ സ്മ കശ്ചിത് സംരംഭ ഗദ്ഗദഗിരഃ ബ്രുവത അനുരക്താഃ. തദർത്ഥ വിനിവർത്തിത സർവകാമാഃ, കൃഷ്ണന് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട സർവ ആഗ്രഹത്തോടു കൂടിയ ഗോപികകൾ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഗോപികകൾ രുദിതോപഹതേ, കരച്ചിൽ കൊണ്ടുണ്ടായ കണ്ണുനീർ നിറഞ്ഞ, അവർക്ക് ഭയങ്കര സങ്കടം വന്നു. കണ്ണുനീർ നേത്രങ്ങളെ വിമൃജ്യ, തുടച്ചിട്ട്, അപ്പോൾ കണ്ണീര് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ണുകളൊക്കെ തുടച്ചിട്ട് സംരംഭ ഗദ്ഗദഗിരഃ, കോപം നിമിത്തം ഇടറിയ വാക്കുകളോടുകൂടി അവർക്ക് ദേഷ്യ സങ്കടം എല്ലാം വരികയാണ്. പ്രേഷ്ട അതിപ്രിയനും പ്രിയേതരം ഇവ, സ്നേഹമില്ലാത്തവൻ എന്ന പോലെ, പ്രിയ ഇതര, അതാണ് പ്രിയേതര, സ്നേഹമില്ലാത്തവൻ എന്ന പോലെ, പ്രതിഭാഷമാണ്, വിരോധമായി സംസാരിക്കുന്നവനുമായ, സ്നേഹമില്ലാത്തതുപോലെയാണ് സംസാരിച്ചത് അല്ലേ. വളരെ ആഗ്രഹിച്ച് ഓടി വന്നപ്പോൾ നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കൃഷ്ണനോട് അനുരക്താഹ, ഏറ്റവും അനുരാഗമുള്ള അവർ, കിഞ്ചിത് കുറഞ്ഞെന്ന് അബ്രുവത സ്മ, അവര് കൃഷ്ണനോട് ഇങ്ങനെ പറയുകയാണ്. ആദ്യം എന്ത് പറയണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിന്നിട്ട് അവർ പതുക്കെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് കൃഷ്ണനോട് ഇങ്ങനെ പറയുകയാണ്. പ്രേഷ്ടം പ്രിയേതരമിവ പ്രതിഭാഷമാണം കൃഷ്ണം തദർത്ഥ വിനിവർത്തിത സർവകാമ നേത്രേ വിമൃജ്യ തതുതോപഹതേ സ്മ കഞ്ചിത് സംരംഭ ഗദ്ഗദഗിരോ അബ്രുവതാനുരക്താഃ. ശ്ലോകം 31. ഗോപ്യഃ ഊചു മമൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ത്യജ്യ സർവവിഷയാംസ്തവ പാദമൂലം ഭക്താ ഭജസ്വ ദുരവാഗ്രഹ മാത്യജാസ്മാൻ ദേവോ യഥാതിപുരുഷോ ഭജതേ മുമുക്ഷുൻ. മമ ഏവം വിഭോ അർഹതി ഭവാൻ ഗതിതും നൃശംസം സംത്യജ്യ സർവവിഷയാൻ തവ പാദമൂലം ഭക്താ ഭജസ്വ ദുരവഗ്രഹ മാ ത്യജ അസ്മാൻ ദേവഃ യഥാ ആദിപുരുഷോ ഭജതേ മുമുക്ഷൂൻ. അപ്പോൾ ഗോപികൾ പറയാണ്, വിഭോ സ്വാമിൻ ഏവം ഇപ്രകാരം നൃശംസം, കഠിനമായ ഗതിതും, കഠിന വാക്ക് പറയാനായിക്കൊണ്ട് ഭവാൻ അങ്ങ് മാർഗതി യോഗ്യനല്ല,
അങ്ങിങ്ങനെ കഠിന വാക്കുകളൊന്നും പറഞ്ഞുകൂടാ. സർവ വിഷയങ്ങളെയും സന്ധ്യജ, ഉപേക്ഷിച്ചിട്ട്, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. ഭർത്താവിനെയും പുത്രന്മാരെയും ധനത്തെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട്, സന്ധ്യജ തീരെ ഉപേക്ഷിച്ചിട്ട്, തവ അങ്ങയുടെ പാദമൂലത്തെ ഭക്താഹ സേവിക്കുന്ന അസ്മാൻ ഞങ്ങളെ, മുമുക്ഷൂൻ മോക്ഷേച്ഛുക്കൾ ആയുള്ളവരെ, ആദിപുരുഷനായ ദേവൻ യഥാഭജത ഏതുവിധം ഭജിക്കുന്നുവോ അതുപോലെ ഭജസ്വ ഭജിച്ചാലും, ഗ്രഹിക്കാൻ പ്രയാസമുള്ള സ്വരൂപത്തോടു കൂടിയവനെ മാത്യജ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അപ്പം അങ്ങ് ഈ ക്രൂര വാക്കുകൾ പറയാൻ യോഗ്യനല്ല. ഞങ്ങൾ എല്ലാ വിഷയങ്ങളെയും ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം അങ്ങയ്ക്കുണ്ടെന്ന് എങ്കിലും അങ്ങയെ ഭജിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കരുത്. മോക്ഷേച്ഛുക്കൾ ആയവരെ ഭഗവാൻ വിഷ്ണു ഉപേക്ഷിക്കുകയില്ലല്ലോ. അതുപോലെ അങ്ങും ഞങ്ങളെ ഉപേക്ഷിക്കാതെ സ്വീകരിക്കണമേ എന്ന് പറയുകയാണ്. മൈമം വിഭോർഗതി ഭവാൻ ഗതിതൃശംസം സന്ധ്യഞ്ച സർവവിഷയാം സ്തവപാദമൂലം ഭക്താഭജസ്വദുരവഗ്രഹ മാത്യജാസ്മാൻ ദേവോ യഥാ ആദിപുരുഷോ ഭജതേ മുമൂക്ഷൂൻ. ശ്ലോകം 32. യത്പത്യപത്യ സുഹൃതാം അനുവൃത്തിരംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദാസ്ത്വയോക്തം അസ്തേവമേതത് ഉപദേശപദേ ത്വയീശേ പ്രേഷ്ടോ ഭവാൻ സ്തനുഭൃതാം കില ബന്ധുരാത്മാ. യത് പതി അപത്യ സുഹൃതാം അനുവൃത്തി അംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദ ത്വയാ ഉക്തം അസ്തു ഏവം ഏതത് ഉപദേശപദേ ത്വയി ഈശേ പ്രേഷ്ടഃ ഭവാൻ തനുവൃതാം കില ബന്ധുർ ആത്മാ. അംഗ ഹേ പൂജ്യ, പത്തി അപത്യ സുഹൃത, പതി ഭർത്താക്കന്മാർ, അപത്യ സന്താനങ്ങൾ, സുഹൃത അവരുടെ ബന്ധുക്കൾ, ഇവരുടെ അനുവൃത്തി അനുസരണം, സ്ത്രീണാം സ്ത്രീകൾക്ക്, സ്വധർമ്മ ഇതി വിഹിത ധർമ്മമെന്ന് ധർമ്മവിധ ധർമ്മം അറിഞ്ഞിരിക്കുന്ന ത്വയ അങ്ങ് ഉക്തം യത് പറയപ്പെട്ട ഏതൊന്നോ അങ്ങ് പറഞ്ഞു. ഭർത്താവിനെയും പുത്രന്മാരെയും ബന്ധുക്കളെയൊക്കെ നോക്കുന്നത് സ്വധർമ്മമാണെന്ന്. അത് ഏതത് ഇത് ഉപദേശപദേ ഉപദേശാർഹനായും ഈശ്വരനുമായിരിക്കുന്ന ത്വയി അങ്ങയിൽ ഏവമസ്തു അപ്രകാരം തന്നെ ഭവിക്കട്ടെ. അതങ്ങ് കയ്യിൽ വെച്ചോണ്ടാൽ മതി. ഞങ്ങളുടെ അടുത്ത് ഈ വേലയൊന്നും ഇറക്കണ്ട. തനുഭൃതാം ദേഹികൾക്ക് പ്രേഷ്ട അത്യന്തം ഇഷ്ടനും ബന്ധു ഹിതകർത്താവും ആത്മാവും ഭവാൻകിൽ അങ്ങാണ്. അപ്പോൾ ദേഹം ധരിച്ചവർക്ക് ഏറ്റവും ഇഷ്ടനും ബന്ധുവും ആത്മാവും ഒക്കെ ആരാണ്? ഭഗവാനാണ്. അല്ലാതെ അങ്ങ് പറഞ്ഞ ആ ധർമ്മമെല്ലാം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങിങ്ങനെ ഞങ്ങളുടെ വേലയൊന്നും ഇറക്കണ്ട. ഞങ്ങൾക്കറിയാം ദേഹം ധരിച്ചവർക്ക് അങ്ങ് തന്നെയാണ് ഇഷ്ടനും ബന്ധുവും ആത്മാവുമെല്ലാം. യത്പത്യപത്യ സുഹൃതാം അനുവൃത്തിരംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദാം ത്വയോക്തം അസ്ത്വേവമേതത് ഉപദേശപദേ ത്വയീശേ പ്രേഷ്ടോ ഭവാൻ സനുഭൃതാം കില ബന്ധുരാത്മാ. ശ്ലോകം 33. കുർവന്തി ഹി ത്വയിരതിം കുശലാസ്വാത്മാ നിത്യപ്രിയേ പതിസുതാഭിർ ആർത്തിദൈക്യം തന്ന പ്രസീദ പരമേശ്വരമാസ്മ ചിന്ത്യ ആശാമൃതാം ത്വയി ചിരാത് അരവിന്ദനേത്ര. കുർവന്തി ഹി ത്വയി രതിം കുശലാഹ സ്വ ആത്മാ നിത്യപ്രിയേ പ്രതി സുതാദിഭിഃ ആർത്തിദൈഃ കിം തത് നഃ പ്രസീദ പരമേശ്വര മാ സ്മ ചിന്ത്യ ആശാം ഹൃദാം ത്വയി ചിരാത് അരവിന്ദ നേത്ര. കുശല സമർത്ഥന്മാർ നിത്യപ്രിയെ എപ്പോഴും പ്രിയ രൂപനായും സ്വേ ആത്മനി സ്വ ആത്മാവായിരിക്കുന്ന ത്വയി അങ്ങയിൽ രതിം പ്രീതിയെ കുർവന്തി ചെയ്യുന്നു.
അപ്പോൾ ശാസ്ത്രം അറിഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാർ എന്തു ചെയ്യും? നിര അതിശയ പ്രേമസ്വരൂപനായും ആത്മാവായും ഇരിക്കുന്ന അങ്ങയിൽ തന്നെ സർവദാ പ്രേമബന്ധം ഉറപ്പിക്കുന്നു. പരമേശ്വര, ഹേ പരമേശ്വര, അരവിന്ദ നേത്ര, താമര കണ്ണ, ആർത്തിദൈഹി ദുഃഖപ്രദങ്ങളായ പതിസുതാദിഭി പുത്രാദികളെ കൊണ്ട് കിം എന്തു ഫലം? അപ്പോൾ ഭർത്താവും പുത്രന്മാരും ഉണ്ടായിട്ട് എന്താണ് ഫലം? നിത്യ ദുഃഖമേ ഉണ്ടാവുകയുള്ളൂ, യാതൊരു പ്രയോജനവുമില്ല. ചിരാത് വളരെ കാലമായി തൊയ് അങ്ങയിൽ ഹൃദാം ഉറച്ചിരിക്കുന്ന നഖ ഞങ്ങളുടെ ആശയെ മാസ്മ ചിന്ത്യ ഛേദിക്കരുതേ, പ്രസീത പ്രസാദിക്കണേ. അല്ലയോ താമരകണ്ണ, അങ്ങയിൽ വളരെ കാലമായി ഉറച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയബന്ധത്തെ അങ്ങ് നശിപ്പിക്കരുത്. അത് ദൃഢമായി ഭവിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. കുർവന്തിഹി തൊയ്രതിയും കുശലാ സ്വാത്മാ നിത്യപ്രിയേ പതിസുതാദിഭിരാർത്തിദൈക്യം തന്നെ പ്രസീത പരമേശ്വരമാസ്മ ചിന്ത്യ ആശാമൃതാം തൊയ് ചിരാത് അരവിന്ദ നേത്രാം. ശ്ലോകം 34. ചിത്തം സുഖേന ഭവതാപകൃതം ഗൃഹേഷു യന്നിർവിശതി ഉദ കരവാപി ഗൃഹ്യകൃത്യേ പാദൗ പദം ന ചലതസ്തവ പാദമൂലാത് യാമക്കദം വ്രജമധോ കരവാമ കിംബ. ചിത്തം സുഖേന ഭവതാ അപകൃതം ഗൃഹേഷു യൻ നിർവിശതി ഉദ, അതാണ് നിർവിശതി ഉദ കരവാപി ഗൃഹകൃത്യേ പാദൗ പദം ന ചലത സ്തവ പാദമൂലാത് യാമ കഥം വ്രജമധോ കരവാമ കിംവ. ഗൃഹേഷു ഗൃഹങ്ങളിൽ വീടുകളിൽ യാതൊന്ന് നിർവിശതി പ്രവേശിക്കുന്നുവോ തത് ചിത്തം ആ മനസ്സും ഗൃഹകൃത്യേ ഗൃഹവ്യാപാരത്തിൽ പ്രവേശിക്കുന്ന കരവോപി കൈകളും സുഖേന സുഖരൂപനായ ഭവത അങ്ങയാൽ അപകൃതം അപഹരിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഗോകുലത്തിലേക്ക് പോകണമെന്ന് അങ്ങ് പറഞ്ഞല്ലോ, എങ്ങനെ ഞങ്ങൾ പോകും? ഗൃഹകാര്യങ്ങൾ പ്രവേശിച്ചിരുന്ന ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് അപഹരിച്ചു. പിന്നെ ഗൃഹ ഉചിത കർമ്മങ്ങൾ പ്രവേശിച്ചിരുന്ന കൈകളെയും അങ്ങ് അപഹരിച്ചു. ഞങ്ങളുടെ കൈയ്ക്കും മനസ്സിനൊന്നും ഇനി ശക്തിയില്ല. പാദങ്ങൾ തവ അങ്ങയുടെ പാദമൂലത്തിൽ നിന്ന് പദം ഉദ ഒരടി പോലും ചലിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ അങ്ങുമിങ്ങ് അലഞ്ഞു നടന്ന ഞങ്ങളെ കാലുകളെയും അങ്ങ് അപഹരിച്ചു. ഇനി ഞങ്ങൾക്ക് നടന്ന് അതുവരെ പോകാനും വയ്യ, കാലിനും അതിനുള്ള ശക്തിയില്ല. വ്രജത്തെ കഥം എങ്ങനെ എങ്ങനെ ഞങ്ങൾ പ്രാപിക്കും? ഞങ്ങളെ കാലിന് ഒരടി പോലും നടക്കാനുള്ള ശക്തിയില്ല. ഞങ്ങളെ മനസ്സും കൈകളും എല്ലാം അങ്ങയിലാണ്. പിന്നെ കിംബ, പിന്നെ എന്തൊന്നിനെ കരവാമ, എന്തിന് ഞങ്ങൾ ചെയ്യണം? അപ്പോൾ അവരെ എല്ലാം സമർപ്പിച്ച്, ഭഗവാനിൽ തന്നെ എല്ലാം സമർപ്പിച്ച്, ഭഗവാൻ ഗീതയിൽ പറയും പോലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എല്ലാം പരിത്യജിച്ച് ഭഗവാനിൽ തന്നെ ശരണം പ്രാപിച്ച് വന്നിരിക്കുന്നവരാണ്. ചിത്തം സുഖേന ഭവതാ ഹൃദം ഗൃഹേഷു എന്നിർവിശത്യൂത കരവാപി ഗൃഹ്യകൃത്യേ പാദൗ പദം ന ചലതസ്തവ പാദമൂലാത് യാമം കഥം വ്രജമധോ കരവാമ കിംബാം. ശ്ലോകം 35. സിഞ്ചാംഗനസ്ത്വതരാമൃത പൂരകേണ ആസാവലോകകളഗീത ജഹൃത്ഷയാഗ്നിം നോചേദ്വയം വിരഹജാഗ്നി ഉപയുക്തദേഹാധാനേന യാമപദയോ പദവീം സഖേതേ. സിഞ്ച അംഗ നഹ ത്വത് അധരാമൃതം അമൃതപൂരകേണ ഹാസ അവലോക കളഗീത ജഗൃത്ഷയ അഗ്നിം നഹ ഛേദ് വയം വിരഹജ അഗ്നി ഉപയുക്ത ദേഹ
ധ്യാനേന യാമ പദയോഹോ പദവീം സഖേത്തെ അംഗ സഖേ ഹേ പ്രിയ ത്വത് അധരാമൃത പൂരകേണ അങ്ങയുടെ അധരാമൃതത്തിൻ്റെ പ്രവാഹത്താൽ ഞങ്ങളുടെ ഹാസാവലോക കളഗീത ഹൃദശയാഗ്നി മന്ദഹാസ സഹിതമായ നിന്തിരുവടിയുടെ നോട്ടത്താലും മധുരമായ ഗാനത്താലും ജനിച്ച മന്മഥാഗ്നിയെ സിഞ്ച നനയ്ക്കണമേ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങയിൽ കാമവികാരം ഉണ്ടായിപ്പോയി, മന്മഥാഗ്നി അതിനെ ഒന്ന് നനച്ചു തരണം. നോ ചേത് അല്ലെങ്കിലോ വയം ഞങ്ങൾ വിരഹജാഗ്നി ഉപയുക്ത ദേഹ വിരഹതാപമാകുന്ന അഗ്നിയിൽ ദഹിച്ച ദേഹങ്ങളോടുകൂടി അങ്ങയുടെ പാദങ്ങളുടെ പദവി മാർഗത്തെ ധ്യാനിച്ചുകൊണ്ട് യാമ പ്രാപിച്ചു കൊള്ളാം. അപ്പോൾ ഞങ്ങളിൽ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങയുടെ പാദങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയിൽ അപരിച്ഛിന്നനായ മാഹാത്മ്യമുള്ള അങ്ങയിൽ ലയിക്കുമാറാകണം. അങ്ങയുടെ കടാക്ഷം നിമിത്തം ലോകത്തിൻ്റെ ദുഃഖം ശമിക്കണം. എങ്കിലും ഭഗവാന്റെ കടാക്ഷം തന്നെ ഉണ്ടാവാനും ഇല്ലാത്തതിനും ഭഗവാൻ കടാക്ഷം കാരണമാണ്. അപ്പോൾ ആ അഗ്നി എപ്പോഴും ഹൃദയത്തിൽ ഇരുന്നാൽ, ഹൃദയത്തിൽ ശയിക്കുന്ന അഗ്നി ആധ്യാത്മിക താപത്രയമാകുന്ന അഗ്നിയാണ്. അതിനെയാണ് പറയുന്നത് ആധ്യാത്മിക താപത്രയമാകുന്ന അഗ്നി. ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതിക. വിഷയചന്തുകൾ നിമിത്തം വർത്തിക്കുന്ന ആ താപാഗ്നി ഭഗവാന്റെ ധ്യാന നിമിത്തം ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന നിജ ആനന്ദമാകുന്ന അമൃതവർഷത്താൽ മാത്രമേ ശമിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ താപാഗ്നി ലഭിക്കണമെങ്കിൽ അങ്ങയുടെ കടാക്ഷം വേണം. സിഞ്ചാംഗനസ്ത്വ അധരാമൃതപൂരകേണ ആസാവലോക കളഗീത ജഗൃത്സയാഗ്നിം നോചേദ്വയം വിരഹജാഗ്നി ഉപയുക്തദേഹ ധ്യാനേന യാമ പദയോ പദവീം സഖേത്തെ. ശ്ലോകം 36. യർഹ്യംബുജാക്ഷ തവ പാദതലം രമായ ദത്തക്ഷണം ക്വചിതരണ്യ ജനപ്രിയസ്യ അസ്പ്രാഷ്മ തത്പ്രഭൃതി നാന്യ സമക്ഷമംഗ സ്ഥാതും ത്വയാഭിരമിത പാരയാമാം. യർഹ്യ അംബുജാക്ഷാം തവ പാദതലം രമായ ദത്തക്ഷണം ക്വചിത് അരണ്യ ജനപ്രിയസ്യ അസ്പ്രാക്ഷ്മ തത്പ്രഭൃതി നാന്യ സമക്ഷം അംഗാം സ്ഥാതും ത്വയാ അഭിരമിത ബദ പാരയാമ. അംബുജാക്ഷ അല്ലയോ താമരകണ്ണ, രമായാഹ ലക്ഷ്മീദേവിക്ക് ക്വചിത് ചിലപ്പോൾ ദത്തക്ഷണം ഉത്സവത്തെ ദാനം ചെയ്തതായ അരണ്യ ജനപ്രിയസ്യ കാട്ടിൽ വസിക്കുന്ന ജനങ്ങൾ പ്രിയന്മാരായിരിക്കുന്ന തവ അങ്ങയുടെ പാദതലം പാദത്തെ ചരണത്തെ യർഹി എപ്പോൾ അസ്പ്രാക്ഷ്മ ഞങ്ങൾ സ്പർശിച്ചുവോ തത്പ്രഭൃതി അന്ന് മുതൽക്ക് ത്വയ അങ്ങയാൽ അഭിരമിതാഹ ആനന്ദിക്കപ്പെട്ടവരായിട്ട് അംഗാഹേ പൂജ അന്യസമക്ഷം മറ്റൊരുവൻ്റെ മുമ്പിൽ സ്ഥാതും നിൽക്കാൻ കൂടി ന പരയാമ ശക്തകളല്ല. ബദ സങ്കടം തന്നെയാണ്. അപ്പം അങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ ഭർത്താക്കന്മാരെ ആശ്രയിക്കുവൻ, അവർ കാമാഗ്നി നശിപ്പിക്കും എന്ന് പറയുന്ന പക്ഷം അതിനുത്തരം പറയുകയാണ്, അങ്ങയുടെ ഒരു കടാക്ഷം ഞങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ ഈ അനങ്കതാപം നശിക്കുകയുള്ളൂ. ഞങ്ങളിൽ പരമസ്നേഹം അങ്ങയ്ക്കുണ്ടെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ അങ്ങയോട് പറയാൻ പാടില്ലാത്തതായി ഒന്നും തന്നെയില്ല. മഹാലക്ഷ്മി പോലും ചിലപ്പോൾ അങ്ങയുടെ പാദതല സേവ ചെയ്യാൻ മഹാലക്ഷ്മിക്ക് പോലും ചിലപ്പോഴേ സാധിക്കാറുള്ളൂ. അങ്ങനെ സിദ്ധമായിരിക്കുന്ന ദുർലഭമായ അവസരം മഹാലക്ഷ്മിക്ക് വലുതായ ഉത്സവമാണ്. അങ്ങയുടെ പാദത്തെ സേവിക്കാൻ എത്തിയാൽ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. കാട്ടിൽ വസിക്കുന്ന ജനങ്ങളായ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ആ രമണീയ പാദപല്ലവ സ്പർശം സിദ്ധിക്കാൻ പ്രിയനായ അങ്ങ് എപ്പോൾ ഞങ്ങൾ കടാക്ഷിച്ചുവോ അന്ന് മുതൽ അങ്ങയാൽ ആനന്ദിക്കപ്പെട്ട
ഞങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ സമീപത്ത് ചെന്ന് നിൽക്കാൻ സാധിക്കാതിരിക്കുന്നു. ഉത്തമ പുരുഷനായ അങ്ങയിൽ നിന്ന് സിദ്ധിച്ച സുഖം അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾക്ക് പ്രാകൃത പുരുഷന്മാരിൽ നിന്ന് സിദ്ധിക്കാവുന്ന സുഖം ഇനിമേൽ തൃപ്തിയായി ഭവിക്കുകയില്ല. അപ്പം ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് കിട്ടുന്ന സുഖം മതി, അല്ലാതെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സുഖം ഞങ്ങൾക്ക് ശരിയായി വരികയില്ല. ഞങ്ങൾക്ക് അത് വേണ്ട. അപ്പം നിത്യാനന്ദം കിട്ടണമെങ്കിൽ അങ്ങയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സുഖം കിട്ടണം. യർഹ്യംബുജാക്ഷ തവ പാദഫലം രമായ ദത്തക്ഷണം ക്വചിദരണ്യ ജനപ്രിയസ്യ അസ്പ്രാക്ഷ്മ തത്പ്രഭൃതി ജ്ഞാന്യ സമക്ഷമംഗ സ്ഥാതും ത്വയ്യാഭിരമത രമിതാബദപാരയാമാം. ശ്ലോകം 37. ക്ഷീർ യത്പദാംബുജരജചക്രമേ തുളസ്യ ലബ്ധ്വാ വിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാസ്വവീക്ഷണ കൃതേ അന്യസുരപ്രയാസ തദ്വദ്വയം ച തവ പാദരജ പ്രപന്നാഃ. ക്ഷീഹി യത്പദാംബുജരജഃ ചകമേ തുളസ്യ ലബ്ധാഭി വക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാഹ സ്വവീക്ഷണ കൃതേ അന്യസുരപ്രയാസ തദ്വത് വയം ച തവ പാദരജഃ പ്രപന്നാഃ. യസ്യാഹ യാതൊരുത്തിയുടെ സ്വവീക്ഷണ കൃതേ ഞങ്ങളുടെ നേരെയുള്ള കടാക്ഷം സിദ്ധിക്കാനായിക്കൊണ്ട് അന്യസുരപ്രയാസ അന്യദേവന്മാർ കഷ്ടപ്പെടുന്നുവോ ശ്രീ ആ മഹാലക്ഷ്മി വക്ഷസി മാറിടത്തിൽ പദം സ്ഥാനം ലബ്ധ്വ ലഭിച്ചിട്ടും, അങ്ങയുടെ മാറിടത്തിലാണ് മഹാലക്ഷ്മിക്ക് സ്ഥാനം, അവത് ലഭിച്ചിട്ടും ഭൃത്യജുഷ്ടം ഭൃത്യന്മാർ ആശ്രയിക്കുന്ന യത് പദാംബുജം ആ പദാംബുജത്തെയാണ് പദാംബുജരജ അങ്ങയുടെ പാദ പത്മത്തിലുള്ള പൊടിയെ തുളസിയോടുകൂടി ചേർന്ന് ചകമേ കാമിച്ചു. തദ്വത് അതുപോലെ വയം ഞങ്ങളും തവ അങ്ങയുടെ പാദരജസിനെ പ്രപന്ന ആശ്രയിച്ചവരായി ഭവിക്കുന്നു. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാർ മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കഠിന തപസ് ചെയ്ത് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ മഹാലക്ഷ്മി എന്തു ചെയ്യും? എപ്പോഴും അങ്ങയുടെ മാർഗത്തിലേ വസിക്കുകയുള്ളൂ. പിന്നെ സകല ഭൃത്യന്മാരും ആശ്രയിക്കുന്ന അങ്ങയുടെ പാദരജസിനെ ആശ്രയിച്ച് തുളസിയും വസിക്കുന്നു. വക്ഷസ്ഥലത്തിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചാൽ മഹാലക്ഷ്മി എന്തു ചെയ്യുന്നു? അതുകൊണ്ട് തൃപ്തിപ്പെടാതെ അങ്ങയുടെ പാദരജസിനെ തുളസിയോട് ചേർന്ന് ആശ്രയിക്കുന്നു, പാദത്തിൽ വസിക്കുന്നു. അത്രമാത്രം സൗഭാഗ്യം തികഞ്ഞിരിക്കുന്ന അങ്ങയുടെ പാദരജസിനെ ഞങ്ങൾ സർവാത്മന ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഇത് ഭഗവാന്റെ ഐശ്വര്യ മഹിമയാണ് പറയുന്നത്. ഭഗവാന് തുളസിയും ലക്ഷ്മിയും രണ്ട് ഭാര്യമാർ, രണ്ടുപേർക്കും രണ്ട് സ്ഥാനങ്ങളാണ് കൽപ്പിച്ചിരിക്കുന്നത്. തുളസിക്ക് പാദവും മഹാലക്ഷ്മിക്ക് മാറിടവുമാണ്. ക്ഷീരപദാംബുജരജഗമേ തുളസ്യ ലബ്ധാഭിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാസ്വവീക്ഷണ കൃതേ അന്യസുരപ്രയാസ തദ്വദ്വയം ച തവ പാദരജം പ്രപന്നാഃ. ശ്ലോകം 38. തന്ന പ്രസീദ വ്രജനാർദ്ദന തേംഘ്രിമൂലം പ്രാപ്ത വിസൃജ്യ വസതി സ്തുതുപാസനാശ ത്വത്സുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമ തത്താത്മനാം പുരുഷഭൂഷണ ദേഹി ദാസ്യം. തത് നഃ പ്രസീദ വൃജിന ആർദ്ദന വൃജിന അർദ്ദന തേ അംഘ്രിമൂലം പ്രാപ്ത വിസൃജ്യ വസതി ത്വത് ഉപാസനാശാഃ ത്വത്സുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമ തപ്ത ആത്മാനാം പുരുഷ ഭൂഷണ ദേഹിദാസ്യം. അത് ഹേതുവായിട്ട് വൃജിനാർദ്ദന ദുഃഖത്തെ സംഹരിക്കുന്നവനെ വസതി ഗൃഹങ്ങളെ വിസർജ്യ ഉപേക്ഷിച്ചിട്ട് തത് ഉപാസനാശയ അങ്ങയുടെ പാദസേവ ആശിച്ചുകൊണ്ട് തേ അങ്ങയുടെ
അംഘ്രിമൂലം പാദാംബുജത്തെ പ്രാപ്ത ഞങ്ങൾ പ്രാപിച്ചവരാണ്. നഖ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണം. അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചു വന്ന ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഞങ്ങളോട് പ്രസാദിക്കണം. ത്വത്സുന്ദരസ്മിത നിരീക്ഷണ തീവ്ര കാമ തപ്താത്മന ഞങ്ങളുടെ മനോഹര മന്ദഹാസത്തോടുകൂടിയ കടക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ അത്യന്തം ജ്വലിപ്പിച്ചിരിക്കുന്ന കാമത്തിൽ ദുഃഖിച്ച മനസ്സോടുകൂടിയ ഞങ്ങൾക്ക് പുരുഷഭൂഷണ ഹേ പുരുഷരത്നമേ ദസ്യാഹ ദാസികളുടെ സ്ഥിതിയെ ദാനം ചെയ്യണമേ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ പാദത്തെ സേവിക്കാൻ ദാസികളുടെ ഗതി ഞങ്ങൾക്കുണ്ടായാൽ മതി, ആ സ്ഥിതിയെ ഞങ്ങൾക്ക് തന്നാൽ മതി. തന്ന പ്രസീത വ്രജനാർദ്ദന തേ അംഘ്രിമൂലം പ്രാപ്ത വിസൃജ്യ വസതീസ്തു ഉപാസനാശ ത്വത്സുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമ തപ്താത്മാനം പുരുഷഭൂഷണ ദേഹിദാസ്യം. ശ്ലോകം 39. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടലശ്രീ ഗണ്ഡസ്ഥലാധരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈക രമണം ച ഭവാമ ദാസ്യക. വീക്ഷ്യ അളക ആവൃത മുഖം തവ കുണ്ടലശ്രീ കുണ്ടലശ്രീ ഗണ്ഡസ്ഥല അധരസുതം കുണ്ടലശ്രീ ഗണ്ഡസ്ഥല അധരസുതം കുണ്ടലങ്ങളുടെ ശോഭയാൽ പ്രകാശിക്കുന്ന കവിൾത്തടത്തോടും അധരത്തിൽ അമൃതത്തോടും ഹസിത അവലോകനം മന്ദകടാശ്രം കൊണ്ട് തവ അങ്ങയുടെ അളകാവൃത മുഖം കുറുനിരകളാൽ അതായത് ചുരുണ്ട മുടിയാൽ മറയ്ക്കപ്പെട്ട മുഖത്തെ വീഴ്ച കണ്ടിട്ടും ദത്താഭയം അഭയത്തെ ദാനം ചെയ്യുന്ന ദത്താഭയ ദാനം ഭുജദണ്ഡയുഗം ദണ്ഡസമാനമായ 2 കൈകളെയും ശ്രീയ ലക്ഷ്മിക്ക് ഏകരമണം ഏകകാലമായിരിക്കുന്ന രതിയെയും പക്ഷേ മാറിടത്തിൽ വിലോക്യ കണ്ടിട്ട് ദാസികളായിട്ടുള്ളവർ ദാസികളായിട്ടുള്ളത് ഭവിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ ദാസ്യം സിദ്ധിച്ചാൽ മതി, ഞങ്ങൾ അത്യന്തം ധന്യകളായി ഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ദാസ്യത്തെ തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടലശ്രീ ഗണ്ഡസ്ഥലാധരശ്രുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈക രമണം ഭവാമ ദാസ്യക. ശ്ലോകം 39 വായിച്ചതിന് 40. കാസ്ത്രിയംഗതേ കളപദായത മൂർച്ഛിതേന സമ്മോഹിത ആര്യചരിതാന്യ ചലേ ത്രിലോക്യാം ത്രൈലോക്യ സൗഭഗമിതം ന നിരീക്ഷ്യരൂപം ഗോദിജ ദ്രുമമൃഗാ പുളകാനി അഭിഭ്രൻ കാ സ്ത്രീ അംഗ തേ കളപദായത മൂർച്ഛിതേന സമ്മോഹിത ആര്യ പരിധാന്യ ചലേ ത്രിലോക്യാം ത്രൈലോക്യ സൗഭഗതമിതം നിരീക്ഷ്യ യത് ഗോദിജ ദ്രുമ മൃഗാ പുളകാനി അബ്രിവൻ. അംഗ കാ സ്ത്രീ അംഗ ഹേ പൂജ്യാത്തെ അങ്ങയുടെ കളപദ ആയത മൂർച്ഛിതേന മനോഹര പദങ്ങളോടും ആയത എന്ന് വെച്ചാൽ ദീർഘമായ സ്വര പ്രസ്ഥാരത്തോടും കൂടിയ ഗാനത്താൽ സമ്മോഹിത ഏറ്റവും മോഹിച്ചവളായിട്ടും അങ്ങയുടെ ഗാനം കേട്ട് ഞങ്ങൾ മോഹിച്ചു പോയി. ത്രൈലോക്യ സൗഭകം 3 ലോകത്തിൽ വെച്ച് അതിസുന്ദരമായിരിക്കുന്ന ഈ രൂപത്തെ നിരീക്ഷ നന്നായി കണ്ടിട്ടും ത്രിലോക്യ 3 ലോകത്തിൽ കാ സ്ത്രീ ഏതൊരു സ്ത്രീ ആര്യ ചരിത ശ്രേഷ്ഠമായ ധർമ്മത്തിൽ നിന്ന് ചലിക്കുകയില്ല. അങ്ങയുടെ ഈ സുന്ദരമായ രൂപം കാണുമ്പോൾ ഏത് സ്ത്രീയുടെ മനസ്സാണ് ചലിക്കാത്തത്? യാതൊന്ന് ഹേതുവായിട്ട് ഗോദിജ ദ്രുമദ്മൃഗ
പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, പുളകാനി രോമാഞ്ചങ്ങളെ അപ്രവൻ ധരിച്ചു. കാസ്ത്രീ അംഗതേ കളപതായുധ മൂർച്ഛിതേന സമ്മോഹിത ആര്യചരിതാന്ന ചലേത്രിലോക്യാം ത്രൈലോക്യ സൗഭഗമിതം ച നിരീക്ഷ്യ രൂപം യദ്ഗോതിജദ്രുമ മൃഗ പ്ലഗാനി അന്യഭ്രൻ അഭിഭ്രൻ പ്ലഗാനി അഭിഭ്രൻ അഭിഭ്രൻ വെച്ചാൽ ഭരിച്ചു, രോമാഞ്ചങ്ങളെ ധരിച്ചു എന്നുള്ള അർത്ഥം. അഭിഭ്രൻ. അടുത്ത ശ്ലോകം 41. വ്യക്തം ഭവാൻ വ്രജ ഭയാർത്തി ഹരേഭി ജാതോ ദൈവോ യഥാതിപുരുഷസുരലോകഗോപ്ത തന്നോ നിദേഹികര പങ്കജമാർത്തബന്ധോ തപസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണാം. സുരലോകഗോപ്ത, ദേവലോകത്തെ രക്ഷിക്കുന്ന ദേവി, ദേവഹ ദേവനായ ആദിപുരുഷ, ആദിപുരുഷൻ എന്ന പോലെ ഭഗവാൻ അങ്ങ് വ്രജഭയാർത്തികര, വ്രജത്തിലുള്ളവരുടെ ഭയത്തെയും ദുഃഖത്തെയും തീർക്കുന്നവനായിട്ട് ജനിച്ചിരിക്കുന്നു. അപ്പോൾ പറയണ്, സാക്ഷാൽ മഹാവിഷ്ണു ദേവലോകത്തിൽ അന്നന്നാൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെ തീർത്ത് രക്ഷിക്കാൻ വാമനാദി ശരീരങ്ങൾ ധരിക്കുന്നത് പോലെ അങ്ങ് വ്രജത്തിലുള്ള സകലരെയും രക്ഷിക്കാൻ ഈ ഗോലോകത്തിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വ്യക്തം സ്പഷ്ടം തത്, അതുകൊണ്ട് ആർത്തബന്ധോ ദുഃഖിതന്മാരുടെ ബന്ധുവായുള്ളവനെ, കിങ്കരീണാം ദാസികളായിരിക്കുന്ന നഹ ഞങ്ങളുടെ തപ്തതനേഷു തപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും ശിരസ്സുകളിലും കരപങ്കജം പങ്കജം പോലെ ശീതളമായിരിക്കുന്ന കരത്തെ നിധേഹി തൊട്ട് അനുഗ്രഹിച്ചാലും അങ്ങ് ഞങ്ങളെ വിടാതെ ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുക. വ്യക്തം ഭവാൻ വ്രജഭയാർത്തി ഹരോ വിജാതോ ദേവോ യഥാതിപുരുഷേ സുരലോക ഗോപ്ത തന്നോ നിധേഹി കരപങ്കജമാർത്തബന്ധോ തപ്തസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണാം. ശ്ലോകം 42. ശ്രീസുഖവാചാം ഇതി വിക്ലബിദം താസാം ശുദ്ധ്വാ യോഗേശ്വരേശ്വരഃ പ്രഹസ്യ സദയം ഗോപീർ ആത്മരാമോപ്യരീരമത്. ഇതി വിക്ലബിദം താസാം, ഇത് ഇപ്രകാരം താസാം അവരുടെ വിക്ലബിദം ദുഃഖസഹിതമായ വാക്യത്തെ ശ്രുത്വ കേട്ടിട്ട് പ്രഹസ്യ ഭഗവാൻ എന്ത് ചെയ്തു? പ്രഹസ്യ ഒന്ന് ചിരിച്ചിട്ട് ആത്മാരാമാഭി ആത്മാരാമനാണെങ്കിൽ പോലും ഭഗവാൻ ആത്മാവിൽ രമിക്കുന്നവനാണ്. പക്ഷെ ഇവരുടെ ദുഃഖം കേട്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട് യോഗേശ്വരേശ്വര യോഗേശ്വരന്മാരുടെ ഈശനായ ഭഗവാൻ ഗോപികളെ സദയം ദയോടുകൂടി രമിപ്പിച്ചു. അപ്പോൾ ഇവരുടെ ദുഃഖം കണ്ടിട്ട് ഭഗവാന് കരുണ തോന്നി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആത്മാരാമനാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാരാമോ അപി, ആത്മാരാമനാണെങ്കിലും ആ സ്വരൂപാനന്ദത്തിൽ നിന്ന് അല്പവും തെറ്റാതെ ഭക്തകളായ അവരെ രമിപ്പിച്ചു. അതിന് സ്വശക്തി കൊണ്ട് തന്നെ ഭഗവാൻ അതിലുള്ള സാമഗ്രികളും സൃഷ്ടിച്ചു. ഗോപികളുടെ ഹൃദയത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന അവൻ തന്നെയെങ്കിലും ഭഗവാൻ കൃഷ്ണൻ ഭക്തകളുടെ ആ സ്നേഹ നിർഭരമായ ആ വാക്കുകൾ, നിഷേധവാക്കുകൾ പറഞ്ഞ് അവരുടെ അനുരാഗത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ മനസ്സറിയാനാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരെ ഏകകാലത്തിൽ എല്ലാ ഗോപിമാരെയും രമിപ്പിച്ചു. ഭഗവാനല്ലേ, ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതെങ്ങനെയെന്ന് ചോദ്യമില്ല. ഒരേ സമയം എല്ലാ ഗോപിമാരെയും എങ്ങനെ രമിപ്പിച്ചു? ഭഗവാൻ എന്തും കഴിയും. ഇത് വിക്ലബിതം താസാം ശുദ്ധ്വാ യോഗേശ്വരേശ്വരഃ
പ്രഹസ്യ സതയം ഗോപീർ ആത്മാരാമോപ്യരീരമത്. ശ്ലോകം 43. താപി സമേതാഭിർ ഉദാരചേഷ്ടിത പ്രിയേക്ഷണോദ്ഫുല്ല മുഖീഭിരച്യുത ഉദാരഹാസാദിജകുന്ദ ദീദിതീർ വ്യരോജതയേണാംഗ ഇവോടുഭിർവൃതാം. താഭിഃ സമേതാഭിഃ ഉദാരചേഷ്ടിതഃ പ്രിയ ഈക്ഷണ ഉദ്ഫുല്ല മുഖീഭിഃ അച്യുതഃ ഉദാരഹാസ ദിജകുന്ദ ദീധിഃ വ്യരോചത ഏണാംഗ ഇവ ഉടുഭിഃ വൃതാഃ. പ്രിയേ ഈക്ഷണോത്ഫുല്ല മുഖീഭിഃ പ്രിയന്റെ കടാക്ഷത്താൽ വികസിച്ച മുഖത്തോടുകൂടിയും സമേതാഭിഃ ഭഗവാനോട് ചേർന്ന് വിരിക്കുന്ന താപി അവരാൽ വൃത ചുറ്റപ്പെട്ടും ഉദാരചേഷ്ടിത ഉദാരമായ വ്യാപാരത്തോടു കൂടിയവനും ഉദാരഹാസ ദ്വിജകുന്ദ ദീധിതിഹി മനോഹരമായ പുഞ്ചിരിയോടും മുല്ലപ്പൊട്ട് പോലെ ഇരിക്കുന്ന മുല്ലമൊട്ടുപോലെ ഇരിക്കുന്ന ദന്തകാന്തിയോടും കൂടിയവനായി ഭഗവാന്റെ ആ പല്ലിനെ മുല്ലമൊട്ടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനോഹരമായ ആ ദന്തങ്ങൾ, ആ പുഞ്ചിരി, അങ്ങനെയുള്ള അച്യുത കൃഷ്ണൻ ഉടുഭിഹി നക്ഷത്രങ്ങളാൽ വൃത ചുറ്റപ്പെട്ട ഏണാങ്കൈവ ചന്ദ്രനെ പോലെ വ്യരോചത ശോഭിച്ചു. അപ്പോൾ ഇവിടെ ഗോപസ്ത്രീകളെ നക്ഷത്രങ്ങളായി ഉപമിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രൻ എങ്ങനെ ശോഭിക്കുന്നുവോ അതുപോലെ ഭഗവാനും ശോഭിച്ചു. അപ്പോൾ ഗോപികളെ രമിപ്പിച്ച രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ചന്ദ്രനായിട്ടും ഗോപികൾ നക്ഷത്രങ്ങളായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം നക്ഷത്രങ്ങൾ മന്ദമായി പ്രകാശിക്കും. അന്ധകാരത്തെ തീരെ നശിപ്പിക്കാൻ അവയ്ക്ക് ശക്തിയില്ല. പക്ഷേ പ്രകർഷേണ ശോഭിക്കുന്ന ചന്ദ്രന് ആ ശക്തിയുണ്ട്. അപ്പം ഇവിടെ ചന്ദ്രനായി ഭഗവാൻ ശോഭിക്കുന്നു. എന്നിട്ട് എല്ലാ ഗോപികമാർക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തു. താപി സമേതാഭിരുദാരചേഷ്ടിത പ്രിയേക്ഷണോദ്ഫുല്ല മുഖീഭിരച്യുത ഉദാരഹാസാദിജകുന്ദ ദീധിതീർ വ്യരോജയത്തേണാംഗ ഇവോടുഭിർവൃത. ശ്ലോകം 43. ഉപഗീയമാന ഉദ്ഗായൻ വനിതാശതയൂഥപ മാലാം ബിഭ്രത് വൈജയന്തീം വ്യജരത് മണ്ഡയൻ വനം. ഉപഗീയമാനഃ ഉദ്ഗായൻ വനിതാ ശതയൂഥപഃ മാലാം ബിഭ്രത് വൈജയന്തീം വ്യജരൻ മണ്ഡയൻ വനം. അപ്പോൾ എത്ര ഗോപികമാരുണ്ടായിരുന്നു എന്നാണ്. വനിതാ ശതയൂഥപ 110 കോടി ഗോപികമാരാണ് ഉണ്ടായിരുന്നത്. ഉപഗീയമാന അവരാൽ കീർത്തിക്കപ്പെട്ടവനായി, ഉദ്ഗായൻ ഉച്ചത്തിൽ പാടുന്നവനായി, വൈജയന്തി മാല ഭഗവാന്റെ വനമാലയുടെ പേരെന്താണ്? വൈജയന്തി. വൈജയന്തി എന്നു പേരായ മാലയെ ബിഭ്രത് ധരിക്കുന്നവനായി, വനം കാടിനെ മണ്ഡയൻ അലങ്കരിക്കുന്നവനായി വ്യജരത് സഞ്ചരിച്ചു. അപ്പോൾ ഭഗവാൻ 110 കോടി ഗോപികമാരെ ചുറ്റും നിർത്തി അവരെ എല്ലാവരെയും ആനന്ദിപ്പിക്കത്തക്ക വിധത്തിൽ വേണുഗാനം ചെയ്യുന്നു. ഭഗവാന്റെ സുന്ദര രൂപത്തെയും ഗാനമാധുര്യത്തെയും വിലാസത്തെയും ഭംഗിയെയും കുറിച്ച് ഗോപികൾ സമീപത്ത് നിന്ന് പുകഴ്ത്തുന്നു. പല കാട്ടുപൂക്കൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ ഭഗവാന്റെ വനമാല വൈജയന്തി മാല ധരിച്ചിട്ടുണ്ട്. അങ്ങനെ വൃന്ദാവനത്തെ അലങ്കരിച്ചുകൊണ്ട് ഭഗവാൻ 4 ഭാഗത്തും സഞ്ചരിച്ചു. ഉപഗീയമാന ഉദ്ഗായൻ വനിതാ ശതയൂഥപഃ മാലാം ബിഭ്രത് വൈജയന്തീം വ്യജരൻ മണ്ഡയൻ വനം. ശ്ലോകം 45. നദ്യാപുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദ കുമുദാമോദവായുന.
നദ്യാ പുളിനമാവശ്യ ഗോപീഭിഹി ഗോപികളോടുകൂടി ഹിമവാലുക മഞ്ഞുപോലെ തണുപ്പുള്ള മണൽത്തരികളോടുകൂടിയ നദ്യാഹ നദിയുടെ പുളിനം തിട്ടിനെ ആവശ്യ പ്രവേശിച്ചിട്ട്, അപ്പോൾ യമുനാ തീരത്തുള്ള ആ മണൽത്തിട്ടയിൽ അവരിരുന്നു. തരളാനന്ദ കുമുദാമോദയം വായുന നദിയുടെ തിരമാലകളിൽ തട്ടിയ ശൈത്യത്തോടും വിരിഞ്ഞ ആമ്പൽ പൂക്കൾ തട്ടിയ വാസനയോട് ചേർന്ന വായുവിനെ കൊണ്ട് രമിച്ചു. അപ്പോൾ ഭഗവാൻ ആ മണൽത്തിട്ടയിൽ എല്ലാവരുമായിട്ട് ഇരുന്ന് അവിടെ മന്ദമാരുതൻ വീശുന്നുണ്ട്. ആ തിരമാലകൾ തട്ടിയ ആ തണുപ്പോടുകൂടി വിരിഞ്ഞ ആമ്പൽ പൂക്കൾ തട്ടിയ വാസനയോടുകൂടിയ വായു ഇങ്ങനെ വീശുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തപ്പോൾ ശൈത്യം, നല്ല തണുത്ത കാറ്റ്, നല്ല സൗരഭ്യമുള്ള കാറ്റ് ഏറ്റുകൊണ്ട് യമുനാതീരത്തിൽ ഭഗവാൻ ഈ ഗോപികമാരോട് രമിച്ചു. നദ്യാപുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രമേ തത്തരളാനന്ദ കുമുദാമോദവായുന. ശ്ലോകം 46. ബാഹുപ്രസാര പരിരംഭ കരാളഗോരു നീവിസ്തനാലഭന നർമ്മ നഖാഗ്രപാദൈ ക്ഷേള്യാവലോക ഹസിതൈർവ്രജസുന്ദരീണാം ഉത്തംഭയൻ രതിപതിം രമയാഞ്ചകാരാം. ബാഹുപ്രസാര പരിരംഭ കര അളക ഊരു നീവി, കര അളക എന്നാണ്, അളക ഊരു, നീവി സ്തന ആലഭന നർമ്മ നഖാഗ്രപാദൈഹി ക്ഷേള്യ അവലോക ഹസിതൈഹി വ്രജസുന്ദരീണാം ഉത്തുംഭയൻ രതിപതിം രമയാം ചകാര. ബാഹുപ്രസാര കൈ നീട്ടുക, പരിരംഭ ആലിംഗനം ചെയ്യുക. ഭഗവാൻ എന്തൊക്കെ ചെയ്തു എന്നാണ്. ആ മണൽത്തട്ടിൽ എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് കൈനീട്ടി പരിരംഭ ആലിംഗനം ചെയ്തു. കര അളക കൈകളെയും ആ മുടികളെയും ഊരു തുടകളെയും നീവി എന്ന് വെച്ചാൽ വസ്ത്രത്തെയും സ്തന ആലപന സ്തനങ്ങളെയും സ്പർശിക്കുക. നർമ്മ രസാവഹങ്ങളായ വാക്കുകൾ കളികൾ പറയുക. നഖാഗ്ര പാദൈഹി നഖാഗ്രങ്ങൾ കൊണ്ട് ദേഹങ്ങളിൽ അല്പാൽപ്പം മുറിപ്പെടുത്തുക. ഇങ്ങനെയുള്ള ക്ഷേളിയ കളികൾ കൊണ്ടും അവലോകഹസ്തിതൈ നോക്കുക, ചിരിക്കുക എന്നീ പ്രവൃത്തി കൊണ്ടും വ്രജസുന്ദരീണാം ഗോപസ്ത്രീകളുടെ രതി പതിം കാമത്തെ ഉത്തുംഭയൻ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് രമയാചകാര അവരെ രമിപ്പിച്ചു. അപ്പോൾ ആലിംഗനം ചെയ്തും കൈകളെയും അവരുടെ തലമുടിയിലും തുണിയിലൊക്കെ പിടിച്ച് സ്ഥലങ്ങളിലൊക്കെ പിടിച്ച് രസകരമായ വാക്കുകൾ പറഞ്ഞ് അവരെ രമിപ്പിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലുള്ള ആ കാമത്തെ വർദ്ധിപ്പിച്ച് അവരോടുകൂടി രമിച്ചു. ബാഹുപ്രസാര പരിരംഭ കരാളഗോരു നീവിസ്തനാലപന നർമ്മ നഖാഗ്രപാദൈ ക്ഷേളാവലോകസിതൈ വ്രജസുന്ദരീണാം ഉത്തുംഭയൻ രതിപതിം രമയാം ചകാരാം. ശ്ലോകം 47. ഏവം ഭഗവത കൃഷ്ണ ലബ്ധമാന മഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോ അഭ്യധികം ഭുവി. ഏവം ഇപ്രകാരം മഹാത്മനഃ അത്യുദാരചിത്തനായും ഭഗവതഃ ഐശ്വര്യപൂർണനുമായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് ലബ്ധമാന ലഭിച്ചിരിക്കുന്ന സത്കാരം മാനികൾ സുന്ദരികൾ ഭൂമിയിൽ സ്ത്രീകളുടെ മധ്യത്തിൽ ആത്മാനം സ്വയം തന്നെ അഭ്യധികം അതിശ്രേഷ്ഠയായിട്ട് മേനിരെ വിചാരിച്ചു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഗോപികളുമടുത്ത് രമിച്ചപ്പോൾ അവർ വിചാരിച്ചെന്താണ്? ഞങ്ങളാണ് സ്ത്രീകൾ വച്ച് ഏറ്റവും ഭാഗ്യമുള്ളവർ. അവർക്ക് അഹങ്കാരം തോന്നി. ഐശ്വര്യം വരുമ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണല്ലേ, ഞാനാണ് ഏറ്റവും പണക്കാരൻ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ചിലപ്പോൾ നമുക്കും ഉണ്ടാകാം മതം, അഹങ്കാരം. അപ്പം അതുപോലെ ഗോപികൾക്കും ഉണ്ടായി. ഭഗവാനാണ് ഞങ്ങളോടൊപ്പം രമിക്കുന്നത്,
അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു. അപ്പോൾ തങ്ങൾക്ക് സമാനമായ സ്ത്രീകൾ മറ്റില്ല എന്നവർ ധരിച്ചു. ഏവം ഭഗവത കൃഷ്ണ ലബ്ധ മാനാ മഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോ അഭ്യധികം ഭുവി. ശ്ലോകം 48. താസാം തത് സൗഭഗമതം വീക്ഷ്യമാനശ്ച കേശവ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയത. താസാം തത് സൗഭഗമതം വീക്ഷ്യ മാനഃ ച കേശവഃ പ്രശമായ പ്രസാദായ തത്ര ഏവ അന്തരധീയത. താസാം അവരുടെ തത് സൗഭഗമതം ആ സൗന്ദര്യ അഹങ്കാരത്തെയും മാനം ഗർവത്തെയും വീക്ഷ്യ നോക്കിയിട്ട് കണ്ടിട്ട് കേശവ ഭഗവാൻ പ്രശമായ ശമിപ്പിക്കാനായിക്കൊണ്ട് അവരുടെ ആർക്ക് അഹങ്കാരം വന്നാലും ഭഗവാൻ അതിനെ ഉടനെ ഇല്ലാതാക്കും. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി തത്രയേവ അവിടെ തന്നെ അന്തരധീയത അന്തർദാനം ചെയ്തു. ഭഗവാൻ എന്ത് ചെയ്തു? ഇവർ സന്തോഷിച്ച് രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ അവിടെ നിന്നങ്ങ് മറയുകയാണ്. അപ്പോൾ ഭഗവാന്റെ സംസർഗം ലഭിച്ചപ്പോൾ ഗോപികമാർക്ക് തങ്ങൾ സൗന്ദര്യവതികളാണ്, ആ ഭഗവാനുമായിട്ട് രമിച്ചിരിക്കുന്നു, ഞങ്ങളെപ്പോലെ ഭാഗ്യവതികൾ വേറെയില്ല എന്നൊരു അഹങ്കാരമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് മറഞ്ഞു. അപ്പം നമ്മൾ ഏതുവിധം ഫലം ആഗ്രഹിച്ചാലും ഭഗവാനെ ആരാധിച്ചാലും ഭഗവാൻ അവർക്ക് ഫലം നൽകും, അതിലധികരിച്ച ദിവ്യഫലവും നൽകും. പക്ഷേ ഫലം കിട്ടുമ്പോൾ കൂടുതൽ അഹങ്കരിച്ചാൽ എന്തു ചെയ്യും? ഈ ഫലമെല്ലാം അല്ലെങ്കിൽ ഈ ആനന്ദമെല്ലാം ഭഗവാൻ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമോ ധനമോ ഉണ്ടാകുമ്പോൾ മതമുണ്ടാകാൻ, അഹങ്കാരമുണ്ടാകാൻ പാടില്ല. താസാം തത് സൗഭഗമതം വീക്ഷ്യമാനഞ്ച കേശവ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയതാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡാവർണ്ണനം നാമ ഏകോനത്രിംശത് തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.